ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കുവൈത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ സഹൽ ആപ്ലിക്കേഷനിലൂടെ റിന്യൂ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കുവൈത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ നമുക്ക് കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് കിട്ടുകയില്ല. പകരം നമ്മളുടെ മൊബൈൽ ഐ ഡിയിലാണ് ഈ ഒരു ലൈസൻസ് കാണിച്ചു കൊടുക്കേണ്ടത്. നിലവിൽ ലൈസൻസ് പുതുക്കുന്ന ആർക്കും തന്നെ ഈ ഒരു കാർഡ് ഇപ്പോൾ ലഭ്യമാകുന്നില്ല. പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിലായിട്ടാണ് ഈ ഒരു ലൈസൻസ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സഹൽ ആപ്ലിക്കേഷനിലൂടെ വളരെ ഈസി ആയിട്ട് പുതുക്കാൻ സാധിക്കും. നമ്മളുടെ കൂടെ നിങ്ങൾക്ക് ആദ്യം വിസ ആണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ കഫീലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ ജവാദാത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കാനറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. കാനറ്റ് കാർഡ് വഴിയാണ് ഇത് പുതുക്കുന്നത്. ഇത് പുതുക്കാനായിട്ട് നമ്മൾ ക്യാഷ് അടക്കുന്നത്, സ്റ്റാമ്പിന്റെ ക്യാഷ് അടക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഓൺലൈൻ വഴി ക്യാഷ് അടക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമുള്ളൂ. അപ്പോൾ ആർക്കും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ലൈസൻസ് പുതുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ലൈസൻസ് പുതുക്കുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. സഹൽ ആപ്ലിക്കേഷനിലൂടെയാണ് ഞാനിത് പുതുക്കുന്നത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ കുവൈത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ട് സഹൽ ആപ്പ് ഓപ്പൺ ചെയ്യാം. സഹൽ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഖിദ്മാത്തിൽ ക്ലിക്ക് ചെയ്യുക. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നേരെ താഴെ നമ്മളുടെ പോലീസിൻ്റെ എംബ്ലം കാണിക്കുന്ന ഒരു വിസാറത്ത് ദാഖിലിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. താഴെ നിന്ന് ഏഴാമത്തെ ഓപ്ഷനിലേക്ക് വരിക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ താഴെ ഖിദ്മാത്തുൽ മറൂർ എന്ന ഓപ്ഷനിലേക്ക് വരിക. എട്ടാമത്തെ ഓപ്ഷനായ ഖിദ്മാത്തുൽ മറൂർ എന്ന ഓപ്ഷനിലേക്ക് വരിക. ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ ഓപ്ഷനായ ഖിദ്മാത്ത് റഹ്സൽ ഖിയാദ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വരും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായ തഖദീമ് തലബ് ജദീദ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമ്മൾ താഴെ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ, തജ്ദീദ് റഹ്സൽ ഖിയാദ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡേറ്റ് ഇവിടെ കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്മേലുള്ള ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ താഴെ കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമ്മൾ സിഗ്നേച്ചർ ചെയ്യാണ്ട് അവിടെ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ പേയ്മെൻറ്റ് ഇവിടെ നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ റെസിപ്റ്റാണ്. ഖാദിം വിസക്കാർക്ക് 3 വർഷത്തേക്കും സൂൺ വിസക്കാർക്ക് 1 വർഷത്തേക്കുമാണ് ലൈസൻസ് കിട്ടുന്നത്. ശേഷം ഇവിടെ താഴെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ ഈ അറലുർ റഖ്സ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ലൈസൻസ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സഹൽ ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ട് സാധിക്കും.